അവധിക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചതോടെ മുംബൈ വലിയ ആശ്വാസത്തിലാണ്. 166 പേരുടെ ജീവൻ നഷ്ടമായ ഭീകരാക്രമണത്തിലെ മുഴുവൻ ഗൂഢാലോചനയും ഇനി പുറത്തു കൊണ്ടുവരാനാകുമെന്നതാണ് പ്രതീക്ഷ. ഏറ്റുമുട്ടലിന്റെ ഓർമ്മകൾ മറക്കാൻ മഹാനഗരം ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടെ പോലീസിന് ലഭിക്കുന്ന അക്രമ ഭീഷണികളും വെടിവെപ്പും വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അതേസമയം രാജ്യാന്തര ഭീകരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങൾ കൊച്ചി നഗരത്തെ സംബന്ധിച്ചും സുപ്രധാനമാണ്. മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് രാജ്യത്തെ ഒരുപാട് പ്രധാന നഗരങ്ങളിലൂടെ യാത്ര ചെയ്ത റാണ കൊച്ചിയിലും എത്തിയിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ 2008 നവംബർ 26-നാണ് ഭീകരാക്രമണത്തിൽ നടുങ്ങിയത്. 60 മണിക്കൂറുകളോളം നീണ്ട ഈ ആക്രമണം രാജ്യത്തെ നടുക്കിയിരുന്നു. ആ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രധാനിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുന്ന തഹാവൂർ റാണ. ഇയാൾ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിലൊരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയാണ്. പാക് വംശജനും കാനേഡിയൻ വ്യവസായിയുമായ റാണയ്ക്ക് ലഷ്കർ അടക്കം ഭീകര സംഘങ്ങളുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ച് നൽകിയതും റാണയുടെ സ്ഥാപനമാണ്. റാണ 2009-ൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായി. ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് റാണയെ കൈമാറാൻ US 2023-ൽ തീരുമാനിച്ചു. ഇതിനെതിരെ US-ലെ വിവിധ കോടതികളിൽ റാണ നൽകിയ അപ്പീലുകൾ തള്ളിയാണ് റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ കഴിഞ്ഞ ജനുവരി 25-ന് US സുപ്രീം കോടതി അനുമതി നൽകിയത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണ കേരളത്തിലെത്തിയത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയെ NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇതിനിടെയാണ് റാണയുടെ ദക്ഷിണേന്ത്യൻ ബന്ധത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കേരളത്തിലെത്തിയത് സംബന്ധിച്ചും ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുന്നത്. നിലവിൽ NIA ഉദ്യോഗസ്ഥർക്ക് പുറമെ IBയും റാണയെ ചോദ്യം ചെയ്യുന്നുണ്ട്. 2008-ലെ ബംഗളൂരു സ്ഫോടനത്തിലും കേരളത്തിൽ നിന്ന് ഭീകരരെ റിക്രൂട്ട് ചെയ്ത കേസിലും റാണയുടെ പങ്ക് വിശദമായി അന്വേഷിക്കാനാണ് ഏജൻസികളുടെ തീരുമാനം. 2008 നവംബർ 16-നാണ് തഹാവൂർ റാണ കേരളത്തിലെത്തിയത്. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഭാര്യയ്ക്കൊപ്പമായിരുന്നു ഇയാളുടെ താമസം. കൊച്ചിയിൽ താമസിച്ച വേളയിൽ 13 ഫോൺ നമ്പറുകളിലാണ് റാണ ബന്ധപ്പെട്ടിരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേക്കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ആ നമ്പറുകളെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. നിലവിൽ റാണ കസ്റ്റഡിയിലുള്ളതിനാൽ ഈ നമ്പറുകളെക്കുറിച്ചും കേരളത്തിലെ സന്ദർശനത്തെക്കുറിച്ചും ചോദ്യം ചെയ്യാനും വിശദമായ അന്വേഷണം നടത്താനുമാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. 2007-2008 കാലഘട്ടത്തിൽ ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറുമായുള്ള റാണയുടെ ബന്ധം, അക്കാലത്ത് ഗൾഫിൽ ISI ചുമതലയുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനുമായുള്ള ബന്ധം എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 2008 നവംബർ 26-നായിരുന്നു രാജ്യത്തെ നടുക്കിയ മുംബൈയിലെ ഭീകരാക്രമണം. ഈ ഭീകരാക്രമണത്തിന് കൃത്യം 10 ദിവസം മാത്രം മുമ്പാണ് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത്. 2008 നവംബർ 16-ന് തൊട്ടടുത്ത ദിവസം, അതായത് നവംബർ 17-ന് റാണ കൊച്ചിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. കൊച്ചിയിലെത്തിയ റാണ ഇവിടെ എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് എന്തിനെ കൊച്ചിയിൽ വന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് കൊച്ചിയും. തീരുവ യുദ്ധത്തിൽ 90 ദിവസത്തെ ഇളവ് കിട്ടിയതിൽ ഇന്ത്യക്ക് ആശ്വസിക്കാമെങ്കിലും മുന്നോട്ടുള്ള യാത്ര അനിശ്ചിതത്വം നിറഞ്ഞതാണ്. US-മായി ചർച്ചയ്ക്ക് തയ്യാറാകുന്ന രാജ്യങ്ങളെ പോലും അശ്ലീല പരാമർശം ഉപയോഗിച്ച് ട്രംപ് പരിഹസിക്കുക കൂടി ചെയ്തതോടെ ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭാവിയെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകളായ അമേരിക്കയും ചൈനയും വലിയ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിലവിലെ താരിഫ് യുദ്ധം വരുത്തിവെക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് ഇന്ത്യയെയും ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു. തീരുവ നടപ്പാക്കുന്നതിൽ ചൈനയ്ക്കൊഴികെ മറ്റ് രാജ്യങ്ങൾക്ക് 90 ദിവസത്തെ സാവകാശം നൽകിയെങ്കിലും മാന്ദ്യ സാധ്യത കുറയ്ക്കില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ. വ്യാപാര യുദ്ധത്തിൽ പോരുമുറുകുന്നു.
US ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ 125% തീരുവ ചുമത്തുമെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നു. മുമ്പ് 84% തീരുവ ചുമത്തിയതാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് മേൽ 145% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിക്ക് പിന്നാലെയാണ് ചൈനയും നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ താരിഫുകൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് ചൈന തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. കൂടാതെ അമേരിക്കയുടെ ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ ചെറുക്കുന്നതിൽ രാജ്യത്തിനൊപ്പം ചേരാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചതായി ചൈനീസ് മാധ്യമം സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. US ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ചൈന 67% തീരുവ ചുമത്തിയിരുന്നു. തുടർന്ന് അമേരിക്ക ചൈനയ്ക്കെതിരെ 104% തീരുവ ചുമത്തി. ഇതിന് പ്രതികാര നടപടിയായി ചൈന ഇതിനകം 84% തീരുവ ചുമത്തി. ഇതിന് പിന്നാലെ അമേരിക്ക ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാം തവണയാണ് ചൈനയ്ക്ക് മേൽ US അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. ഇതോടെ ചൈന തീരുവ 145%ആക്കി. But we will charge them approximately half of what they are and have been charging us. So the tariffs will be not a full reciprocal. I could have done that, yes, but it would have been tough for a lot of countries who didn't want to do that. I'd like to see the chart if you have it. Could you bring it up, Howard? This is our great Secretary of Commerce, Howard Lutnick. Thanks, Howard. So if you look at that, China, first row, China, 67%. That's tariffs charged to the USA, including currency manipulation and trade barriers. So 67%, I think you can, for the most part, see it. Those with good eyes, with bad eyes. We didn't want to bring, it's very windy out here. We didn't want to bring out the big charts because it had no chance of standing. Fortunately, we came armed with a little smaller chart. So it's 67%, so we're going to be charging a discounted reciprocal tariff of 34%. I think, in other words, they charge us, we charge them less. So how can anybody be upset? They will be, because we never charge anybody anything, but now we're going to charge. European Union, they're very tough, very, very tough traders. You know, you think of European Union, very friendly. They rip us off. It's so sad to see. It's so pathetic. 39%, we're going to charge them 20%, so we're charging them essentially half. Vietnam, great negotiators, great people. They like me, I like them. The problem is they charge us 90%. We're going to charge them 46% tariff. Taiwan, where they took all of our computer chips and semiconductors. We used to be the king, right? We were everything. We had all of it. Now we have almost none of it, except the biggest company is coming in. We're going to end up with almost 40%. Lee Zeldin's working to get their approvals. And it's an amazing company. Mr. Wei, of one of the great companies of the world, actually. They're coming in from Taiwan, and they're going to build one of the biggest plants in the world, maybe the biggest for that. But 64%, we're going to charge them 32%. Japan, very, very tough, great people. And again, I don't blame the people for doing it. I think they're very smart in doing it. I blame the people that sat right in that Oval Office, right over there, right behind the Resolute desk, or whichever desk they chose. Japan, 46%. They would charge us 46%, and much higher for certain items like cars, you know, little items like cars. 46%, we're charging them 24%. India, very, very tough, very, very tough. The Prime Minister just left. And he's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. You have to understand, we charge them almost nothing for years and years and decades. And it was only 7 years ago when I came in, we started with China and charged them. We took in hundreds of billions of dollars from China in tariffs. And they understood, honestly. President Xi understood. He said, look, I understand. And the other countries, and they all understand. We're going to have to go through a little tough love, maybe, but they all understand. They're ripping us off, and they understood it. അതിനിടെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധ ആകർഷിച്ചു. ഇന്ന് ആഗോള സമ്പദ്വ്യവസ്ഥ ആടിയുലയുന്നതിന് കാരണം ദശകങ്ങളായി ചൈന തുടർന്നുവരുന്ന അന്യായമായ വ്യാപാര രീതികളാണെന്നും
2001 ചൈനയ്ക്ക് ലോകവ്യാപാര സംഘടനയിൽ അംഗത്വം ലഭിച്ചതു മുതലാണ് അത് ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ചൈനയുടെ അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ അദൃശ്യമായ സബ്സിഡികളും ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത തൊഴിലാളി നിയമങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുതള്ളി എതിരാളികളെ തകർക്കുന്നത് പോലുള്ള തന്ത്രങ്ങളുമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ചൈനയുടെ ഇത്തരം നടപടികൾ ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. भारत तो बहुत समझदारी से इस पूरे विषय को पहले से संभाल रही है. प्रधानमंत्री मोदी जी और प्रेसिडेंट ट्रंप ने फरवरी में ही निर्णय ले लिया था कि हम आपसी संबंध बढ़ाते हुए बायलैटरल ट्रेड एग्रीमेंट एक ऐसा करार करेंगे जो भारत और यूनाइटेड स्टेट्स के बीच व्यापार को सरल भी करेगा, 500 बिलियन तक यानी आज से 2.5 गुना बढ़ाने का काम भी करेगा. देशवासियों को नौकरी के और अधिक साधन मिलेंगे, देश की अर्थव्यवस्था को और बल मिलेगा. तो मैं समझता हूँ भारत तो वैसे भी इस रेस में आगे था और हमारी बातचीत बहुत अच्छी प्रोग्रेस कर. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ തുടർ നടപടി തുടങ്ങാൻ കൊച്ചിയിലെ വിചാരണ കോടതി. കുറ്റപത്രം സ്വീകരിച്ച് കേസെടുത്തതിനെ തുടർന്ന് എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുന്ന നടപടികൾ വരുന്ന ആഴ്ചയോടെ വിചാരണ കോടതി പൂർത്തിയാക്കും. ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും. അടുത്തയാഴ്ചയോടെ വീണ ടി, ശശിധരൻ കർത്ത തുടങ്ങി 13 പേർക്കെതിരെ കോടതി സമൻസ് അയക്കും. 114 രേഖകൾ അടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി BPM സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത്. എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ SFIO കുറ്റപത്രത്തിലുണ്ടെന്നും SFIO കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കമ്പനി ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ BNS പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ലെന്നും അറിയിച്ച കോടതിയെ നേരിട്ട് സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിലുണ്ടെന്നും വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം മാസപ്പടി കേസിനെ ചൊല്ലി LDF-ൽ ഭിന്നത ഉണ്ടാകുന്നു. വീണയ്ക്കെതിരായ കേസിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി എന്ന CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് തള്ളി CPI. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് LDF-ന്റെ കേസല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. CMRL-ൽ നിന്ന് സേവനം നൽകാതെ 2.7 കോടി രൂപ വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയെന്ന് SFIO കുറ്റപത്രം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കവചമൊരുക്കുകയാണ് CPM. എന്നാൽ വീണയ്ക്കായി കേസ് വാദിക്കാൻ ഒപ്പമില്ലെന്ന് CPM-നോട് വ്യക്തമാക്കുകയാണ് CPI. സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾക്ക് ശേഷം ആലോചിച്ച് ഉറപ്പിച്ചാണ് വീണ പണം വാങ്ങിയ കേസ് LDF-ന്റേതല്ലെന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയത്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കുത്തിക്കലർത്തിയാൽ പ്രതിരോധിക്കുമെന്ന് CPI പറയുന്നു. വീണയ്ക്കെതിരായ കേസും മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടെന്നാണ് CPI ഇതിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ രണ്ടും ഒന്നെന്ന് മനസ്സിലാകുമെന്ന് CPM മറുപടി പറയുന്നു. വിലക്കൊന്നും ഇല്ല, ഇല്ലാത്ത വിലക്കുണ്ടാക്കിയതായിട്ട് വ്യാഖ്യാനിക്കില്ല. അതാണ് വിലക്ക്. ഇല്ല, ഒട്ടുമില്ല, ലവലേശമില്ല. അതേപ്പറ്റി ബഹുബോധം പറഞ്ഞു കഴിഞ്ഞു. വേറെ വിഷയം പറയാം. വേറെ ഏത് വിഷയം ചോദിക്കാം. എങ്ങനെ 2 കമ്പനികൾ അവ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. രാഷ്ട്രീയ ഭേദമായ നീക്കപ്പെട്ടതിനെ മാറ്റാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായിട്ട് LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരിടുന്നതിനെ വീണ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും തന്നെയാണ്. വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ
കമ്പനികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും. LDF മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് റെമഡി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ല. കേരളത്തിലും ഇന്ത്യയിലും പലപ്പോഴും പല ഏജൻസികളെയും കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് ED ആയാലും കൊള്ളാം, CBI ആയാലും കൊള്ളാം, SFI ആയാലും കൊള്ളാം, പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ എത്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ നീക്കമുണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ചെറുക്കും. ആ വിഷയത്തിലുള്ള സ്പെസിഫിക്കായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യത്തിൽ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാതിരിക്കാം. കാര്യത്തുണ്ടെന്നേ, കാര്യത്തുണ്ട്. രാഷ്ട്രീയമായി ഒരു കമ്പനിയുടെ ഇടപാട് വേറൊരു കമ്പനിയുമായിട്ട് അതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കലർത്തിയാൽ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് LDFനെ ആക്രമിക്കാൻ കരുക്കൾ നീക്കിയാൽ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കും. അതൊക്കെ എഴുതാപ്പുറമായിക്കലാണ്. ഒരു കമ്പനിയുടെ അതിന് വഴിക്ക് പോട്ടെ, അതിന് ഇത്രയും സാധനമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ CPIക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ശരി, SFIയോയോ കേന്ദ്ര ഗവൺമെന്റോ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കുത്തിക്കലർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി LDFനെ ആക്രമിക്കാനുള്ള ഒരു വടിയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായി LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ നേരിടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CPI എന്ന് പറഞ്ഞത് LDFന്റെ അവിഭാജ്യമായ ഒരു മുൻഗണന ഘടകമാണ്. LDFന്റെ ഭാഗമാണ് CPI. LDFന്റെ ഓരോ പാർട്ടികളും ആ ബന്ധം CPIക്കുണ്ട്. ഈ LDF എത്രമാത്രം LDF ഓരോ പാർട്ടിയുടേതുമാണോ അതുപോലെ തന്നെ ആ LDF CPIയുടേതുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി LDFനെ പൂർണ്ണമായി ഉയർത്തിപ്പിടിക്കാനും പിന്തുണയ്ക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അല്ലാതെ നമ്മുടെ പത്രസമ്മേളനത്തെ മുഖ്യമന്ത്രിയുടെ മകളെ മാത്രമല്ല, ഈ കേസുകളെല്ലാം LDFനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായിട്ട് മാറുന്ന ഏത് നിമിഷമുണ്ടോ അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായിട്ട് അത് നേരിടും. എക്സാലോജിക്കിന്റെ കേസ് വേറൊരു കേസാണ്, അത് LDFന്റെ കേസല്ല. CPM സെക്രട്ടറി തന്നെ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രിയുടെ മകള് പ്രായപൂർത്തിയായ സിറ്റിസനാണ്. ആ സിറ്റിസന് എല്ലാ അവകാശവുമുണ്ട് ഒരു കമ്പനി ആരംഭിക്കാൻ, നടത്താൻ, അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കമ്പനിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള അവകാശം സിറ്റിസനുണ്ട്. ഷീസ് എ ഗ്രോൺ അപ്പ് സിറ്റിസൺ. അതല്ലാതെ അതിന്റെ ഓരോ ഇടപാടിനെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. നോട്ട് അവർ കൺസേൺ. അറിയാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിരോധിച്ച് രംഗത്തെത്തുന്ന CPM നേതാക്കളെ പരോക്ഷമായി വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെ V ശിവൻകുട്ടി രംഗത്തു വന്നു. വീണ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിനെ ഉത്കണ്ഠ വേണ്ട. കേസ് കൈകാര്യം ചെയ്യാൻ വീണയ്ക്ക് അറിയാമെന്നും കേസിന് പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണ പിന്തുണ LDF പിണറായിക്ക് നൽകിയിട്ടുണ്ട്. ബിനോയ് വിശ്വം അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടത് മുന്നണി യോഗത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീണ വിജയന്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ കേസെടുക്കുന്നുണ്ട്. ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്, അതുപോലെ അന്വേഷണത്തിന്റെ പാതയിലാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, PM ശ്രീ പദ്ധതിക്ക് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് ശ്രീ ബിനോയ് വിശ്വം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായിട്ട് 1500 കോടി രൂപ കേരളത്തിലെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. ആ പൈസ നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ടോ എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് നമ്മൾ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പരീക്ഷാഫലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും അക്കാഡമിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കേരള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുക്കി കഴിഞ്ഞു. അത്തരം സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വയ്ക്കണമെന്നുള്ളതാണ്. NEP ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കിട്ടുന്ന ഫണ്ട് നടപ്പിലാക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയവുമായി ബന്ധപ്പെട്ട് മാത്രമേ നടപ്പിലാക്കുന്ന പ്രശ്നമുള്ളൂ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാഠപുസ്തകങ്ങളിൽ അവിടെ ചില പാഠഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞ വിഷയം ഉണ്ടായപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനം കേരളമാണ്. ശ്രീ ബിനോയ് വിശ്വം ഇതെല്ലാം വിസ്മരിക്കുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, 1500 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം ഒരു സമയം നിശ്ചയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അപ്പോൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഉള്ളത്. മറ്റൊരു കാര്യം, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ കൃഷി മന്ത്രാലയം കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 3 പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. കൃഷി CPയുടെ വകുപ്പാണല്ലോ. പ്രധാനമന്ത്രി കിസാൻ പ്രോജക്റ്റ്, രാഷ്ട്രീയ കൃഷി വികസന യോജന, നാഷണൽ മിഷൻ ഓൺ പരമ്പരാഗത കൃഷി വികസനം എന്നെല്ലാം പറഞ്ഞുള്ള 3 പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ്. 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. നമ്മുടെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായി കിട്ടേണ്ട കാശ് വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്നുള്ള നിലയാണ് ഉള്ളത്. പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങൾ പറയട്ടെ, നമ്മൾ അതിനൊരു തടസ്സം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവുണ്ട്,
പ്രതിപക്ഷ നേതാവ് പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഈ PMCയുടെ കാര്യത്തിൽ മന്ത്രിസഭയിലും ഭിന്നതയുണ്ട്. അതുകൊണ്ടാണല്ലോ CPI നിലപാട്. ഭിന്നതയൊന്നും ഇല്ലായിരുന്നു. പിന്നെ സജീവമായ ഒരു ചർച്ച വേണമെന്നുള്ള പിന്നെ പ്രശ്നം ഉയർന്നു വന്ന് അത് LDF പെട്ട എല്ലാവരുടെയും അഭിപ്രായമായിരുന്നു. കാരണം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും അത് പഠിക്കുന്നതിന് വേണ്ടി സമയം കിട്ടിയില്ല. അതിനുള്ള സമയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. രാഷ്ട്രീയ തീരുമാനം വേണമല്ലോ. CPI മന്ത്രിമാർക്ക് ഇത് അംഗീകരിക്കണമെങ്കിൽ ആ രാഷ്ട്രീയ തീരുമാനം ഇല്ല എന്നുള്ളത് ബിനോയ് വ്യക്തമാക്കി കഴിയുന്നു. അതിനിപ്പോൾ രാഷ്ട്രീയ തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇനി രാഷ്ട്രീയ തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ ക്യാബിനറ്റിൽ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. ഇതിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ പദ്ധതി ഒപ്പിടുമ്പോൾ ഇത്തരം ഭാഗത്തുനിന്നുണ്ടായില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമേ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിന്നെ പ്രശ്നം ഉണ്ടായതെന്ന് സംബന്ധിച്ചൊന്നും നമുക്ക് അറിയില്ല. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.